ഇതെന്താണ്? നമ്മൾ പടം കണ്ടുവന്നതിന്റെ ആഘോഷമല്ലേ? ഇത് പടം കണ്ടതിന്റെ ആഘോഷമൊന്നല്ല. എന്റെ കാലണ്ടല്ല ആ വാതിൽ തട്ടി എന്ത് വേദന അറിയാമോ? ഞാൻ കണ്ടില്ലായിരുന്നു. എങ്ങനെ കാണുന്നത്? എന്തിനു മുഖം മൂടി നടക്കുന്നത്? നമ്മളെ റേഡിന് പിടിച്ചൊന്നല്ല, സിനിമയ്ക്ക് ഒന്നല്ലേ? ആണോ? എന്നാലും അറിയാവുന്ന ആരെങ്കിലും കണ്ടാലോന്ന് വിചാരിച്ച. അറിയാവുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു കാണിക്കണം. അത്രേ ഉള്ളൂ. അതാരടി അവിടെ? ശ്രീജന്റെ മാമൻ. അപ്പൊ എന്നോട് ചിരിച്ചു കാണിക്കണമെന്ന് പറഞ്ഞതോ? അല്ല, നിനക്ക് പരിചയം ആൾക്കാർ കാണുമ്പോൾ നീ ചിരിച്ചു കാണിച്ചോ? എനിക്ക് പരിചയം ആൾക്കാർ കാണുമ്പോൾ ഞാൻ ഒളിച്ചിരിക്കും. അത് കൊള്ളാം. ശ്രീജനോട് ഞാൻ പിണക്കുവാ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേടിപ്പിക്കുന്ന വീഡിയോ എനിക്ക് രാത്രി അയക്കരുതെന്ന്. അതിന് പേടിപ്പിക്കുന്നോട് ഞാൻ അയച്ചൊന്നുമില്ല. ഇന്നലെ രാത്രി ഒരു രക്തരക്ഷസിന്റെ വീഡിയോ അയച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അയ്യോ, അത് രക്തരക്ഷസിന്റെ വീഡിയോ അല്ല. പിന്നെ അനന്തപത്രത്തിലെ നിഗംബറിന്റെ ഫിഗറിട്ട് ഞാൻ അയച്ചെന്ന വീഡിയോ എനിക്ക് തോന്നി. പിന്നെ ശ്രീജു, നമ്മൾ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ നമ്മുടെ തൊട്ടു പുറകിനിരുന്നവരെ പുതിയതായിട്ട് കല്യാണം കഴിച്ചു തരാൻ തോന്നുന്നു. ഞാൻ നോക്കിയപ്പോഴും ഇത് സിനിമാ തിയേറ്ററാണ്. നമ്മൾ സിനിമ കാണാൻ വേണ്ടി വരാണ്. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പല സംഭവങ്ങളും നടക്കും. അതൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. എന്നാലും ശ്രീജു ഒരു മാനേഴ്സ് ഒക്കെ വേണ്ട. ഞാൻ നോക്കിയപ്പോ നീ ഇതൊന്നും പറയല്ലേ. എനിക്ക് കേൾക്കാൻ വേണ്ട, നീ ഒന്നും പറയാൻ വേണ്ട. സോറി. ഞാനേ അതൊക്കെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സൗകര്യം പോലെ കാണാം. ഒന്ന് നിൽക്കണേ. ചേട്ടാ, ചേച്ചി എങ്ങനുണ്ട്? അയ്യേ, ഞാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ നീ ആരാടാ? അതല്ലെന്ന് സിനിമയെ കുറിച്ചുള്ള ചോദിച്ചത്. ഞാൻ പറയത്തില്ല. അവൻ എന്നെ കയറി ചേച്ചിന്ന് വിളിച്ചു. ചേച്ചി തന്നെ വിളിച്ചില്ല, ചീത്തനും വിളിച്ചില്ല. നീ അഭിപ്രായം പറ. എന്നെ ഇനി മേലെ ചേച്ചിന്ന് വിളിക്കരുത്, അതാണ് എന്റെ അഭിപ്രായം. അതല്ലെന്ന് സിനിമയെ കുറിച്ച് അഭിപ്രായം. തുടക്കത്തിൽ നിന്ന് തന്നെ ആ നായകന്റെ അവസ്ഥ കണ്ട് എനിക്ക് വിഷമം തോന്നി. നായകൻ ആശുപത്രി കിടക്കുന്നു, ചുമക്കുന്നു, ഒരു കുട്ടി വന്ന് അടുത്തിരിക്കുന്നു. ഭയങ്കര സിനിമയല്ലായിരുന്നു. സിനിമയ്ക്ക് മുമ്പുള്ള പുകവലിയുടെ പരസ്യം ആമാശയം പഞ്ഞു പോലെയാണ്. അത് ശ്വാസകോശം സ്പോഞ്ച് പോലെയെന്നല്ലേ? അത് പറയാൻ എനിക്ക് കിട്ടൂല, അതുകൊണ്ടാണ്. അതന്നെ ഞാൻ വിചാരിച്ചു ഈ പുതുമുഖ സംവിധായകൻ എന്താ ഇങ്ങനെ ചെയ്തതെന്ന്. സംവിധായകന്റെ പേര് പുതുമുഖം എന്നായിരുന്നോ? എന്നിട്ട് അറുമുഖം നല്ല എഴുതി കാണിച്ചു. ടൈറ്റിൽ തന്നെ പോയല്ല. ചീഞ്ഞ പ്രാസം. ഇതെന്താ ആരെങ്കിലും വന്നടി? അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് മറ്റുള്ളവർ മുഖത്ത് നോക്കാൻ. അതിന് മാറ്റണ്ടാട്ടാ. പുള്ളക്ക് നെറ്റൊക്കെ ചുളുങ്ങിയിരിക്കണം. മാറ്റട്ടെ. ഇതൊന്നും നിർത്താറായില്ലേ? നിർത്തണം ആഗ്രഹമുണ്ട്, പക്ഷെ അത് വന്നോണ്ടിരിക്കുന്നേ. ഇനി ശ്രീജു പറ. ഞാൻ പറയൂലെന്ന് പറഞ്ഞായിരുന്നത്. അതല്ല, ഇനി സിനിമയുടെ അഭിപ്രായം ശ്രീജു പറ. അത് ഞാൻ പറയാം. അതായത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോ നമ്മുടെ നായകന്റെ എൻട്രി ഭയങ്കര ലാഗായിരുന്നു. സ്ലോ മോഷൻ പിന്നെ എങ്ങനെ കാണിക്കണം? നായകന്റെ എൻട്രി നല്ല എൻട്രി ആണ് കേട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു ഫാമിലി എന്റർടൈനർ ആണ്. എന്റർടൈനാ? നമ്മൾ ഈ അവിഹിതമായിട്ട് പറയുന്നത് ആധികാരികമായിട്ട് പറഞ്ഞേ. ഫാമിലി എന്റർടൈനർ ആയിരുന്നു. പിന്നെ സ്റ്റെമ്പ് മാസ്റ്റർ മണൽ മാഫിയ ശശി. സ്റ്റണ്ട് മാസ്റ്റർ മാഫിയ ശശി. അതന്നെ, മാഫിയ ശശി. പിന്നെ പിന്നെ ഡാൻസ് ഇട്ടില്ല. അതിന്റെ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ ചെറിയാൻ ജാഫറിനാണ്. ചെറിയാൻ ജാഫർ അല്ല, ചൊറിയൻ ജാഫർ. കൊറിയോഗ്രാഫർ എന്നാണ് ഉദ്ദേശിച്ചത്. പാട്ടൊക്കെ എന്തായിരുന്നില്ലേ? അതെ, ആര് കേട്ടാലും മൂളി നടക്കാൻ പറ്റുന്ന പാട്ടുകളായിരുന്നു. ശ്രീജു നന്നായിട്ട് പാട്ട് പാടും. ശ്രീജു രണ്ടുപേരും മൂളിക്കാൻ. നമ്മളിപ്പോ പടം കണ്ടിറങ്ങിക്കല്ലേ. അത് സാരല്ല, മൂള്. മൂളിപ്പാട്ട് പാടാനാ പറഞ്ഞ, അല്ലാതെ മൂക്കിന്ന് പാടാനല്ല പറഞ്ഞത്. എന്തോന്ന് ആറിനില്ലേ? അത് ശ്രീജുന്റെ പാട്ട്. പാട്ട് കണ്ടോ? പാട്ടില്ല. ആദ്യ പകുതി എങ്ങനെയുണ്ടായിരുന്നു? ആദ്യ പകുതി വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ പകുതിയിലാണ് ഒരു പ്രതീക്ഷ. ഇതിലെങ്കിലും കപ്പലണ്ടി കാണും. നോക്കി ശ്രീജു. നിന്റെ മിട്ടാടെ ആരല്ലോ ചോദിച്ചത്? സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എങ്ങനെയാ ചോദിച്ചത്? അത് വലിയ കുഴപ്പമില്ലായിരുന്നു. സത്യം പറഞ്ഞ ഞങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടിട്ടല്ല വന്നത്. അതെ, എനിക്ക് പൊതുവെ കോമഡി പടം ഇഷ്ടം. എനിക്ക് CID മൂസയുടെ സെക്കൻഡ് പാർട്ട് മിസൂസ കാണാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. സുരേഷ് ഗോപിയുടെ ഇപ്പോഴും പടം ഇറങ്ങിയില്ലേ? അയ്യോ, അത് മെഹു മൂസ. അതുകൊണ്ട് പറയാൻ അറിയാൻ പാടത്തോണ്ടാ. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ പൊന്നാനി സെൽവം കാണിക്കാനോ കൊണ്ടുപോകും. പൊന്നാനി സെൽവം അല്ല, തെന്നാലി രാമൻ. ചേട്ടാ, പൊന്നിൻ സെൽവൻ. അതാണല്ലേ? അതിന്റെ 3 പാർട്ട് ഞങ്ങളിപ്പോ കണ്ടു കഴിഞ്ഞു. ഇനി ഇപ്പൊ ഇറങ്ങിയ പാർട്ടും കൂടി ഉള്ളു ഞങ്ങൾ കാണാന്. അതാകെ ഒറ്റ പാർട്ടേ വന്നിട്ടുള്ളൂ. ഓവറോൾ വില്ലൻ. എന്തൊരു ഓവർ ആക്ടിങ്. ചില സമയത്തുള്ള ആ കണ്ണൂരിട്ടും ഭയങ്കര ഓവറായിരുന്നു പുള്ളി. ആ സീറ്റിനപ്പോ ഞാൻ തോണ്ടിയില്ലായിരുന്നാ? നിങ്ങളാ തോണ്ടിയത്? എന്താടി ഞാൻ എന്തിനാ തോണ്ടിന്നറിയുമോ? ഈ വില്ലൻ നമ്മുടെ നായകന്റെ അടുത്ത് പറയുന്ന ഒരു സാധനം, അത് ഭയങ്കര ഓവറായിരുന്നു. നായകന്റെ അടുത്ത് പറയും, നിന്നെ ഞാൻ കൊല്ലണമെന്ന് വേണ്ടത് ഇങ്ങനെ പോകൂലേ? പുള്ളി ഇത്ര ഓവർ അല്ലായിരുന്നു. പറഞ്ഞ പടം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? കൊള്ളൂലായിരുന്നു. പിന്നെ പാട്ടും ഡാൻസ് ഒക്കെ കൊള്ളാന്ന് പറഞ്ഞു. അതെ, സെപ്പറേറ്റ് വെച്ച് നോക്കുവായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പടത്തിനോട് ഒട്ടിച്ചേർത്ത് നോക്കുമ്പോ കൊള്ളൂലായിരുന്നു. അപ്പൊ ചേച്ചി റേറ്റ് പറ. ചോദിച്ച ഞാൻ കേട്ട്. നീ റേറ്റ് പറയടി. ഞാൻ 5 വർഷം സിനിമാ തിയേറ്ററിൽ കൊണ്ടിട്ട് ഒന്നുമില്ലടി. ഇപ്പൊ വന്ന ക്യാമറമാൻ വെറുതെ വന്നവനല്ല. നിന്റെ റേറ്റ് അറിയാവുന്ന റേറ്റ് പറയടി. അല്ല, എനിക്ക് അവനൊരു കാര്യം പറയണ്ട്. റേറ്റ് പറ. നീ റേറ്റ് പറയടാ. 1 വെറും 1 രൂപയാണ് റേറ്റ്. ഞാൻ വിശ്വസിക്കൂല മോനെ. നീ പറയുന്ന റേറ്റ് എത്രടാ? ഞാൻ പറയില്ല. പറയടാ, നീ റേറ്റ് പറ. ചേട്ടന്റെ റേറ്റ് പറ. എങ്ങനെ ഇരിക്കുന്നു? അവൻ എന്നോട് വെച്ചപ്പോ എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരാളാണല്ലേ? ശ്രീജു എന്നോട് സംസാരിക്കണ്ട. ഇങ്ങനെ ഒരാളെയാണോ ഞാൻ ഇത്ര നാൾ? ശ്രീജു പറ, അവനോട് മറുപടി പറ. ഇങ്ങോട്ട് വരുന്നില്ലേ? അവനോട് കാര്യം ചോദിക്കട്ടെ. എടാ, ഞാൻ ആര് വിളിച്ചാലും പുറത്തു പോകാത്ത ആളാ. നിന്റെ കൂടെ ഞാൻ എപ്പോഴാണ് അവന്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത്? പറ. ചേട്ടാ, ഞാൻ പടത്തിന്റെ റേറ്റിംഗ് ആണ് ചോദിച്ചത്. റേറ്റിംഗ് പടത്തിന്റെ മാർക്ക് എത്ര? ഒരു 50 കൊടുത്തേക്ക്. അങ്ങനെയാണ് 18 പാസ് മാർക്ക് ഉണ്ട്. അതെ, 50 18 സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാ പടവും ഇതുപോലെ ഫാമിലി ആയിട്ടാണ് പോയി കാണുന്നത്? അയ്യോ, ഞങ്ങൾ ഫാമിലിയോ ലവേഴ്സോ അല്ല, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ്. ചുമ്മാ കള്ളം പറഞ്ഞ് ഞങ്ങൾ ലവേഴ്സ് ആണ്.
അപ്പൊ നിങ്ങൾ ലവേഴ്സിന്റെ അഭിപ്രായം ഇപ്പൊ ഓൺലൈനായിട്ട് എല്ലാരും കാണുവാൻ ലോകം മുഴുവൻ കാണുവാണ്. താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ശ്രീജു എന്ത് പണിയാ ശ്രീജു കാണിച്ചത്? ഞാൻ ലവേഴ്സ് എല്ലാം നോക്കുമ്പോ നിനക്ക് റിഫറൻസ് ആണെന്ന് പറഞ്ഞത്. നമ്മൾ ലവേഴ്സ് അല്ലേ, പിന്നെന്താ കുഴപ്പം? ശ്രീജു ആ ചെറുക്കൻ പറഞ്ഞത് കേട്ടില്ല. ഇത് ഓൺലൈനായിട്ട് മൊത്തം പേര് ലൈവ് കണ്ടോണ്ടിരിക്കുവാണ്. ഇത് ഓൺലൈനായിട്ട് കാണണ്ടോ? വൈറലാവാനുള്ള സാധനം മാത്രം പറഞ്ഞില്ല. എന്നാ പോലെ ആറാട്ടുകയാണ് സിനിമയിൽ, അണ്ണൻ ആറാട്ടുകയാണ് സുഹൃത്തെ. വീട്ടിലോട്ട് കയറിച്ചില്ല, അവര് ടാറാട്ടിക്കോളും. നീ എന്തിനാ പേടിക്കുന്നത്? എന്തിനാണ്? നിന്റെ അച്ഛന്റെ അടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ? പറഞ്ഞു. ആദ്യം അവർ സമ്മതിച്ചെങ്കിൽ പിന്നെ അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഫോട്ടോ കാണിക്കുന്നായിരുന്നു. അതെ, ഫോട്ടോ കാണിക്കുന്നതിന് മുമ്പാ സമ്മതിച്ചത്. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവർ വേണ്ടാന്ന് പറഞ്ഞത്. അതെ, ഞാൻ വിളിച്ച നിന്റെ കൂടെ വരുമോ? ഇത്ര പെട്ടെന്നൊക്കെ വീട്ടുകാരെ വിഷമിച്ചിട്ട് ഞാൻ വരാ. ഒരു കുഞ്ഞക്കാമ്പാറ പണക്കം മാറിക്കോളും. അയ്യൊരു ജ്യൂസ് കഴിക്കാൻ വേണ്ടി വിളിച്ചത് എന്തിന്റെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞത്? അല്ല, അഥവാ നമ്മളിപ്പോ അവരെ ധിക്കരിച്ച് കല്യാണം കഴിച്ചാലും ഒരു കുഞ്ഞക്കാമ്പാറ പണക്കം മാറും. അത് മാറൂലടി. മാറും ശ്രീജു, മാറൂലടി. എനിക്ക് ഉറപ്പുണ്ട് മാറും. എനിക്ക് ഉറപ്പുണ്ട് അത് മാറൂല. അതെന്താ? എടി, 3 കുഞ്ഞുങ്ങൾ 5 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. എന്നിട്ട് എന്റെ അച്ഛനെ വീട്ടിൽ കയറ്റില്ലല്ലോ. ശ്രീജു